Good day to all of you. Welcome to Easy Physics. ഇന്നത്തെ വീഡിയോയിലൂടെ 9ാം ക്ലാസ്സിലെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷനും അതുപോലെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ലോസ് ഓഫ് മോഷനെ കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും. ഈ ലോസ് ഓഫ് മോഷനെ കുറിച്ച് ഏറ്റവും അധികം നമ്മൾ റിലേറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളത് സർ ഐസക് ന്യൂട്ടന്റെ പേരായിരിക്കും. പക്ഷെ ഐസക് ന്യൂട്ടന് മുന്നേ തന്നെ ഒരു വസ്തുവിന്റെ മോഷനെ കുറിച്ചെല്ലാം സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ഈ ഒരു വസ്തുക്കളുടെ മോഷനെ കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടൊരു ഒബ്സർവേഷൻ പറഞ്ഞത് അരിസ്റ്റോട്ടിൽ ആയിരുന്നു. പക്ഷെ അരിസ്റ്റോട്ടലിന്റെ തിയറം റോങ് ആണ് എന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത്. അരിസ്റ്റോട്ടലിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു വസ്തു മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഫോഴ്സ് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നായിരുന്നു അരിസ്റ്റോട്ടലിന്റെ തിയറം. ഓക്കെ, അതായത് ഫോർ എൻ ഒബ്ജക്ട് ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് നെസസറി എന്നുള്ളതായിരുന്നു. പിന്നീട് വന്ന പഠനങ്ങളിലൂടെ ഈ ഒരു കൺസെപ്റ്റ് തെറ്റാണെന്നാണ് പ്രൂവ് ചെയ്യപ്പെട്ടത്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ്സ് നടത്തിയത് ഗലീലിയോ ആണ്. ഗലീലിയോ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ ഡെമോൺസ്ട്രേഷൻ ഞാനിവിടെ കാണിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻസ് എടുത്തിട്ട് ഒരു വസ്തു, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബോള്, ഓക്കെ, ഒരു ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആ സെയിം ഹൈറ്റിലോട്ട് ആ ബോൾ എത്തുന്നതായിട്ട് കാണാം. ഇവിടെ പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ആ ബോളിനെ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വസ്തു മൂവ്മെന്റിലാണ്, അല്ലെ? അപ്പൊ അവിടെ ഒരു ഫോഴ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതെ തന്നെ ആ വസ്തുവിന് ആ സെയിം ഹൈറ്റിലോട്ട് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഗലീലിയോ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് അരിസ്റ്റോട്ടലിന്റെ തിയറി തെറ്റാണെന്ന് തെളിയിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ളത് ഈ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഗലീലിയോ ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള എക്സ്പെരിമെന്റ്സും കൂടെ നടത്തിയിരുന്നു. അതിനുവേണ്ടി ആദ്യത്തെ കേസിൽ സെയിം ഇൻക്ലിനേഷനുള്ള ഒരു സർഫസിലൂടെ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ആ വസ്തു സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് സെയിം ഹൈറ്റിൽ എത്തുന്നതായിട്ട് കണ്ടു. രണ്ടാമത് നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ് ഇൻക്ലിനേഷൻ ഡിഫറൻസ് ആയിരുന്നു. അതായത് ഇപ്പൊ ഫസ്റ്റിലുള്ള ഇൻക്ലിനേഷനും രണ്ടാമത്തെ സർഫസിൽ വരുന്ന ഇൻക്ലിനേഷനും വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെയും ആ ബോൾ റിലീസ് ചെയ്തപ്പോൾ കണ്ടത് ആ ബോൾ കുറച്ചുകൂടെ ദൂരം ട്രാവൽ ചെയ്തിട്ട് ആ സെയിം ഹൈറ്റിലോട്ട് തന്നെ എത്തി എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയാണ്, രണ്ടാമത്തെ സർഫസിൽ ഇൻക്ലിനേഷനേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്നാണ് ഗലീലിയോ കണ്ടെത്തിയിട്ടുള്ള ഒബ്സർവേഷൻസ്. ഇതിനകത്തെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സർഫസുകൾക്കൊന്നും ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. പെർഫെക്റ്റ്ലി ഫ്രിക്ഷൻലെസ് സർഫസിലാണ് ഈ എക്സ്പെരിമെന്റ്സ് നടത്തേണ്ടത്. എന്നാൽ മാത്രമാണ് ഈ സെയിം ഹൈറ്റിലോട്ട് എത്തുക അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഹൈറ്റ് കുറവിലോട്ട് എത്തും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യില്ല. കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള മോഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ ആ വസ്തു ഇൻഫിനിറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ അത് പലപ്പോഴും പോസിബിൾ ആവുന്നില്ല. കാരണം എന്താണ്, നമ്മൾ അവിടെ കാണുന്നില്ലെങ്കിലും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സ് ആ ബോളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻവിസിബിൾ ഫോഴ്സിന്റെ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ, പെർഫെക്റ്റ്ലി ഫ്രിക്ഷൻലെസ് സർഫസിലാണെങ്കിൽ ഒരു വസ്തുവിന് യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നാണ് ഗലീലിയോ ഈ എക്സ്പെരിമെന്റ്സിലൂടെ പ്രൂവ് ചെയ്തത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഈവൻ ദോ ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ ക്രെഡിറ്റ് ന്യൂട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം കുറച്ചുകൂടെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസോട് കൂടെ ഈ ഒരു തിയറം പ്രസന്റ് ചെയ്തത് ന്യൂട്ടൺ ആണ്. പക്ഷെ അതിന്റെ പ്രാരംഭമായിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തിയത് ഗലീലിയോ ആണ്. ഓക്കെ, അപ്പൊ ഗലീലിയോ തന്നെയാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു വസ്തുവിന് റെസ്റ്റിലിരിക്കാനോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനോ ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഗലീലിയോ പറഞ്ഞു വെച്ചത്. അത് തന്നെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആയിട്ട് പ്രസന്റ് ചെയ്തത്. പക്ഷെ ഈ ക്രെഡിറ്റ് ന്യൂട്ടന് പോകാനുള്ള കാരണം കൺക്ലൂസീവ് എവിഡൻസ് അല്ലെങ്കിൽ മോർ ഓഫ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് നടത്തിയത് സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എവ്രി ബോഡി continues to be in its state of rest
or of uniform motion in straight line. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ യൂണിഫോം മോഷനിൽ ഇരിക്കാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു വസ്തു ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടാത്തിടത്തോളം കാലം എത്ര സമയം വേണമെങ്കിലും ആ വസ്തു റെസ്റ്റിൽ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടാത്തിടത്തോളം കാലം ആ വസ്തു യൂണിഫോം മോഷനിൽ തന്നെ ഇരിക്കും. ഓക്കെ, ഇതിനെ കുറച്ചും കൂടെ എക്സ്പ്ലനേറ്ററി ആയിട്ട് പറയുവാണെങ്കിൽ, ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ അതിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. അതായത് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ 0 ആണെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇവിടെ ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ്. ചിലപ്പോ ഒരു വസ്തുവിൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്തും ആ വസ്തു റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴായിരിക്കും? ഈ രണ്ട് ഫോഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സ് ആണോ ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്നത് ആ എല്ലാ ഫോഴ്സുകളുടെയും ആകെത്തുക 0 ആണെങ്കിൽ ആ വസ്തു റെസ്റ്റിൽ തന്നെയാണ് ഇരിക്കുക. അല്ലെങ്കിൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നോൺ സീറോ ഫോഴ്സ് ആവശ്യമാണ്. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയാൽ, അതായത് ഒരു വസ്തുവിൽ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. അല്ലെങ്കിൽ ആക്സിലറേഷൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് നോൺ സീറോ ഫോഴ്സ് ആ വസ്തുവിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ നെറ്റ് ഫോഴ്സിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ ഒരു ടേബിളിന്റെ പുറത്ത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ഈ വസ്തു റെസ്റ്റിലാണ് എന്ന് നമ്മൾ പറയുന്നു അല്ലെ? ഈ വസ്തു റെസ്റ്റിലാണെന്നതിന്റെ അർത്ഥം ഇതിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ഇതിൽ ചിലപ്പോ ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അവയുടെ ടോട്ടൽ സം എടുക്കുമ്പോൾ 0 ആണ് വരുന്നത്. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്കറിയാം, ഏതൊരു വസ്തുവും ഭൂമിക്ക് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ പുറത്ത് ഒരു ഫോഴ്സ് കമ്പൽസറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അത് വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയാറുണ്ട്. അത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അപ്വേർഡ് ഫോഴ്സ് കൂടെ ഇവിടെ ഉണ്ട്. കാരണം ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ടേബിളിന്റെ പുറത്താണ്. ഈ ടേബിൾ ടോപ്പ് ഒരു നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നോർമൽ റിയാക്ഷനും വെയിറ്റും ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ആ വസ്തു റെസ്റ്റിൽ ഇരിക്കുന്നത്. ഏത് സമയത്താണ് ഇപ്പോ നമ്മൾ ഏറ്റവും ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേബിളിന്റെ അത്രയധികം ഫോഴ്സ് ബാലൻസ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ടേബിൾ ഒടിഞ്ഞ് അത് വസ്തു താഴേക്ക് മൂവ് ചെയ്യും അല്ലെ? ഏതൊക്കെ സമയത്താണോ ഈ വെയിറ്റും നോർമൽ റിയാക്ഷനും ബാലൻസ് ആയിട്ടിരിക്കുന്നത് അത്രത്തോളം സമയം ആ വസ്തു റെസ്റ്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി റെസ്റ്റിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആ വസ്തുവിൽ നമ്മളൊരു ആ ബ്ലോക്കിനെ നമ്മളൊന്ന് കൈവച്ച് തള്ളുക. എന്നിരുന്നാൽ മാത്രമാണ് ആ ബ്ലോക്ക് മൂവ് ചെയ്ത് തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു വസ്തു, ഇപ്പൊ ഇവിടെ ഒരു ബോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത്രയും സമയം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാറ് യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. ഫ്രിക്ഷൻലെസ് റോഡിലാണെങ്കിൽ മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ഓൺ ഒരു ഫോഴ്സ് ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ കൂടെ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ പേരാണ് ഇനേർഷ്യ. എല്ലാ വസ്തുക്കൾക്കും, നമ്മളടക്കം എല്ലാ വസ്തുക്കൾക്കും ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടാത്തോടത്തോളം കാലം റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു റെസ്റ്റിൽ തന്നെ ഇരിക്കുന്നു. അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു വസ്തു ആണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി due to which it resists a change in its state of rest or of uniform motion. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ 3 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. എക്സാമ്പിൾസ് സഹിതം പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇനേർഷ്യ എന്ന് പറയുന്നത് മാസിന്റെ ഒരു ഡയറക്റ്റ് മെഷർ ആണ്. ഇത് നമുക്ക് പലപ്പോഴും ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. മാസ് ഈസ് എ ഡയറക്റ്റ് മെഷർ ഓഫ് ഇനേർഷ്യ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് നമ്മള് ഒരു വസ്തു റെസ്റ്റിലിരിക്കുവാണ്.
അപ്പോൾ ആ വസ്തുവിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഹെവിയർ ഒബ്ജെക്ട്സ് ഹാവ് മോർ ഇനേർഷ്യ ദാൻ ലൈറ്റർ ഒബ്ജെക്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു ബോള് റെസ്റ്റിലിരിക്കുന്നു, അതേപോലെ തന്നെ അത്രയും വലുപ്പത്തിലുള്ള ഒരു റോക്ക് പീസ് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ റെസ്റ്റിലിരിക്കുന്നു. ഈ ബോളിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് മാറ്റാനായിട്ട് നമ്മൾക്ക് കാല് വെച്ചൊരു കിക്ക് കൊടുത്താൽ മതിയായിരിക്കും. അത്രയ്ക്കും ഫോഴ്സ് വിൽ ബി ഇനഫ് ടു ഓവർകം ദ ഇനേർഷ്യ ഓഫ് ദ ബോൾ. അതേസമയം അത്രയും വലുപ്പത്തിലുള്ള ഒരു റോക്ക് ആണെങ്കിൽ നമ്മൾ കാല് വെച്ച് കിക്ക് ചെയ്താൽ റോക്ക് മൂവ് ചെയ്യില്ല. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മുടെ കാലിന് ഫ്രാക്ചർ ഉണ്ടാവാനാണ് സാധ്യത. കാരണം ആ റോക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോക്ക് കുറച്ചുകൂടെ മാസ് കൂടുതലുള്ള ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇനേർഷ്യ ഓവർകം ചെയ്യാനായിട്ട് കൂടുതൽ ഫോഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഒന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനേർഷ്യയുടെ ഡെഫിനിഷൻ പഠിക്കണം. അതുപോലെ തന്നെ മാസീവ് ഒബ്ജക്ട്സ് റിക്വയർ മോർ ഫോഴ്സ് ടു ഓവർകം ഇനേർഷ്യ. കാരണം അവരുടെ ഇനേർഷ്യ കൂടുതലായിരിക്കും, ലൈറ്റർ ഒബ്ജക്ട്സിന് ഇനേർഷ്യ കുറവായിരിക്കും. ഇനി എന്താണ് 3 തരത്തിലുള്ള ഇനേർഷ്യ, അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളിയാണ് ക്യാരംസ് അല്ലെ. ക്യാരംസിൽ കോയിൻസ് എല്ലാം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് സ്ട്രൈക്കർ ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, നമ്മൾ താഴെയുള്ള ഒറ്റ കോയിനിൽ മാത്രം ഡയറക്റ്റ് ആയിട്ട് ഈ സ്ട്രൈക്കർ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോയിൻ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കോയിൻസും ആ സ്റ്റാക്ക് അടക്കം താഴോട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിന്റെ കാരണം എന്താണ്? ഏത് കോയിനിലാണോ നമ്മൾ സ്ട്രൈക്കർ തട്ടുന്നത് ആ കോയിന് മാത്രമാണ് ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ ആ കോയിൻ മൂവ് ചെയ്യുന്നു, ബാക്കി എല്ലാ കോയിൻസും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അപ്പൊ അതുകൊണ്ട് അവയ്ക്കൊന്നും മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ കളിച്ചു കാണുന്നതായിരിക്കും ഇതൊക്കെ. ഒരു ടംബ്ലറിന്റെ മുഖത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ പുറത്ത് ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വെക്കുക, അതിന്റെ മുകളിൽ ഒരു കോയിൻ വെച്ചിട്ട് ഈ പെട്ടെന്ന്, അതായത് ഈ കൊടുക്കുന്ന ഫോഴ്സ് ഇൻസ്റ്റന്റേനിയസ് ആയിരിക്കണം. ഈ കട്ടിയുള്ള കാർഡ്ബോർഡ് മാത്രം നമ്മളൊന്ന് ഫ്ലിക്ക് ചെയ്യുവാണെങ്കിൽ കാർഡ്ബോർഡ് മാത്രം മൂവ് ചെയ്തിട്ട് കോയിൻ താഴോട്ട് വീഴുന്നതായിട്ട് കാണാം. കാരണം കാർഡ്ബോർഡിന് ഫോഴ്സ് കിട്ടി, അതുകൊണ്ട് തന്നെ അത് മൂവ് ചെയ്തു. അതേസമയം കോയിൻ ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അവിടെ ആ നോർമൽ റിയാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയുടെ കാരണമായിട്ട് ആണ് ഈ കോയിൻ താഴോട്ട് വീഴുന്നത്. കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ 1-2 എക്സാമ്പിൾസും കൂടെ പറയാം. കാരണം ഇതെല്ലാം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഗിവ് റീസൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിലുള്ള ഒബ്സർവേഷൻസ് ആണ്, എക്സ്പീരിയൻസസ് ആണ്. അതായത് നമ്മളൊരു സ്റ്റേഷനറി ബസ്സിനകത്ത് നിൽക്കുവാണ്, പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറകിലോട്ട് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ പുറകിലോട്ട് നാഞ്ഞു പോകും, പക്ഷെ നമ്മൾ ബോഡി ബാലൻസ് കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വരാൻ ശ്രമിക്കും. ഈ പുറകിലോട്ട് വീഴാൻ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ബസ് റെസ്റ്റിലാണ്, അതുപോലെ ആ ബസ്സിൽ നിൽക്കുന്ന നമ്മളും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെയാണ്. അപ്പോ പെട്ടെന്ന് ബസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കാലുകള് ബസ്സിന്റെ ഫ്ലോറിനോട് കോണ്ടാക്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ കാലുകൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് കിട്ടുന്നു. അപ്പോൾ ലോവർ പാർട്ട് ഓഫ് അവർ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ്, വെറസ് അപ്പർ പാർട്ട് ഓഫ് അവർ ബോഡി വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതായത് പ്രീവിയസ് പൊസിഷനിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നു. കാല് മുന്നോട്ട് പോകുന്നു, പക്ഷെ അപ്പർ പാർട്ട് ആ പുറകിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുറകിലോട്ടൊന്ന് പോവാനായിട്ട് വീഴാനുള്ള ഒരു സാധ്യതയുള്ളത്. ഓക്കെ, ഇത് ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. എന്തുകൊണ്ടാണ്? റീസൺ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ കാർപ്പറ്റ് ഒക്കെ, അതിൽ നിന്ന് നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കളയണം എന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് നമ്മൾ പെട്ടെന്ന് എടുത്ത് ഫ്ലിക്ക് ചെയ്യും അല്ലെ, എന്നിങ്ങനെ കുടഞ്ഞിടും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഷീറ്റിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഷീറ്റ് മൂവ് ചെയ്യും, അതേസമയം അതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് കിട്ടുന്നില്ല. അപ്പൊ അത് റെസ്റ്റിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കും, അതുകൊണ്ട് തന്നെ അത് താഴോട്ട് വീഴും. അല്ലെങ്കിൽ കാർപ്പറ്റ് നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ കാർപ്പറ്റിന് ഡയറക്റ്റ് ഫോഴ്സ് കിട്ടുന്നു, അത് പുറകിലോട്ട് മാറും. പക്ഷെ ഡസ്റ്റിന് ഫോഴ്സ് കിട്ടാത്തതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നു, സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സർഫസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് താഴേക്ക് വരുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിലും അതിന്റെ ആൻസർ എഴുതുമ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നുള്ളതാണ് അവിടുത്തെ കീ വേർഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ മാങ്ങ പറിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രമിച്ചു കാണുമല്ലോ അല്ലെ. അതായത് മാങ്ങ പറിക്കാനായിട്ട് എളുപ്പത്തിൽ നമ്മൾ എന്താ ചെയ്യുക, അതിന് കൊമ്പ് പിടിച്ച് ഒന്ന് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യും, ഇങ്ങനെ കുലുക്കും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ കൊമ്പിനാണ് ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് കിട്ടുന്നത്, അതുകൊണ്ട് ആ ബ്രാഞ്ചസ് വിൽ സ്റ്റാർട്ട് മൂവിങ്. പക്ഷെ
മാങ്ങയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്നു. സപ്പോർട്ടീവ് ആയിട്ടുള്ള ബ്രാഞ്ച് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് താഴേക്ക് വീഴുവാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് ഡയറക്ഷനും എക്സാമ്പിൾസ് ഉണ്ട്. ഇതെല്ലാം പറയുന്നതിന്റെ കാരണം ഈ എല്ലാ കാര്യങ്ങളും ഇൻസിഡൻസും ഗീവ് റീസൺ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ, അതെ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റേഷനറി ബസ് പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറകിലോട്ട് വീഴാൻ പോകും. അതുപോലെ തന്നെ മൂവിങ് ബസ്സിൽ നമ്മൾ നിൽക്കുവാണ്, പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, നമ്മളുടെ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ മോഷൻ, പക്ഷെ കാലുകള് ബസ്സിനോട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ആവുമ്പോൾ കാല് പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി വിൽ കണ്ടിന്യൂ ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പൊ ഇവിടെ ആൻസർ എഴുതുമ്പോൾ ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയുന്നത് അത്ലറ്റ്സ്, ഇപ്പോ റണ്ണിങ് റേസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ സ്റ്റോപ്പ് ആവില്ല, കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് മാറിയിട്ടാണ് സ്റ്റോപ്പ് ആവുന്നത്. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു സഡൻ സ്റ്റോപ്പ് ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ നമ്മളുടെ ബോഡി മോഷനിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ തലകുത്തി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്ലറ്റ്സ് ഫിനിഷിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഓടിയിട്ടാണ് അവര് സ്റ്റോപ്പിലോട്ട് വരുന്നത്, ഒരു കുറച്ചുകൂടെ സമയം കൊടുത്തിട്ടാണ് ആ സ്റ്റോപ്പ് എടുക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു കാർ പെട്ടെന്ന് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ സഡൻ ബ്രേക്സ് നമ്മൾ ഒരിക്കലും എന്താ പറയാ എടുക്കാൻ പാടില്ല. കാരണം കാറും ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്ലോലി ആണ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, കുറച്ച് കൂടെ ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടാണ് കാർ സ്റ്റോപ്പ് ആവുള്ളൂ. ദിസ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനി ഒരു ഫാൻ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അതിന്റെ ലീവ്സ് സ്റ്റോപ്പിൽ വരുന്നില്ല. കാരണം എന്താ, ഇനേർഷ്യ ഓഫ് മോഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ലീഫുകൾ, ഫാനിന്റെ ലീഫ് ബ്ലേഡ്സുകളെല്ലാം മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവുന്നത് അവിടെ എയർ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, വേറെ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളൊരു കാറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഷാർപ്പ് ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ആണ് പറയേണ്ടത്. നമ്മളുടെ ബോഡി സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആർ ബോഡി വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ടു മൂവ് ഇൻ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ കാറ് ഒരു ടേൺ എടുക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആവാൻ ശ്രമിക്കുന്നതാണ് ആ സൈഡിലോട്ട് മാറി പോകുന്നതിന്റെ കാരണം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, നമ്മൾ മൂവിങ് വെഹിക്കിൾസ് ഒരിക്കലും ചാടി ഇറങ്ങരുതെന്ന് പറയാനുള്ള കാരണം എന്താണ്, നമ്മളൊരു മൂവിങ് വെഹിക്കിളിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിക്ക് ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ചാടി ഇറങ്ങി പെട്ടെന്ന് സ്റ്റോപ്പിലോട്ട് വരുന്ന സമയത്ത് ആ ബോഡി മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താ സംഭവിക്കും, നമ്മൾ തലകുത്തി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മൂവിങ് വെഹിക്കിൾസ് ചാടി ഇറങ്ങരുത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഇനേർഷ്യ എന്താണ്, ഈ ഇനേർഷ്യ കൊണ്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയാൻ, ഇത്രയധികം എക്സാമ്പിൾസ് ഞാൻ സ്പെസിഫൈ ചെയ്യാൻ കാരണം ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനും തേർഡ് ലോ ഓഫ് മോഷനും നമുക്ക് അടുത്തുള്ള വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.